ഞാനിന്ന് ഋഷികേശിൽ നിന്ന് വസിഷ്ഠ ഗുഹ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്കിവിടെ റെൻ്റേ ബൈക്ക് അവൈലബിൾ ആണ്. റെൻ്റേ ബൈക്ക് എടുത്ത് നമുക്ക് പോയിട്ട് വരാൻ പറ്റും. ഇത് ഗംഗാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അതിപ്രശാന്തവും പവിത്രവുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വസിഷ്ഠ മഹർഷി ദീർഘകാലം ഇവിടെ ധ്യാനം നടത്തിയിട്ടുണ്ട്. വസിഷ്ഠ കേവിനെ ഋഷികേശിലെ മറ്റുള്ള ഘാട്ടുകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ വസിഷ്ഠ ഗുഹയിൽ വളരെ കുറച്ച് സന്ദർശകർ മാത്രമേ എത്തുന്നുള്ളൂ. വളരെ ശാന്തത നിറഞ്ഞ ഒരു ആത്മീയ കേന്ദ്രമാണ് വസിഷ്ഠ ഗുഹ. നമ്മൾ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പായകൾ വിരിച്ചിട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ധ്യാനിക്കാവുന്നതാണ്. വളരെ ശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഗുഹയ്ക്കുള്ളത്. ഈ വസിഷ്ഠ ഗുഹ സ്ഥിതി ചെയ്യുന്നിടത്ത് ഒരു ആശ്രമമുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയാൽ ഗംഗാനദിയുടെ തീരത്താണ് എത്തിച്ചേരുന്നത്. ഗംഗാനദിയുടെ തീരത്ത് മറ്റൊരു കേവ് നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് അരുന്ധതി കേവ്. വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയായ അരുന്ധതി തപസ് ചെയ്ത ഗുഹയാണ് അരുന്ധതി കേവ്. രാത്രി കുറച്ച് വൈകിയതിനാൽ എനിക്ക് അരുന്ധതി കേവിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഇവിടെ വളരെ കാടുകളാണ് മൊത്തം. അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല. ജസ്റ്റ് വെളിയിൽ നിന്നൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതാണ് ഗംഗാനദിയാണ് ഒഴുകുന്നത്. വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. അതിൻ്റെ വെള്ളം നമുക്കൊന്ന് കോരിയെടുത്ത് നോക്കാം. നല്ല തണുപ്പാണ് വെള്ളത്തിന്. വളരെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. നല്ല സ്വീറ്റ് വാട്ടറാണ്. ഹിമാലയത്തിൽ നിന്ന് മഞ്ഞുരുകി ഒഴുകി വരുന്ന വെള്ളമാണിത്.